നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടർബോ എന്ന് പറഞ്ഞ മൂവി റീസെൻ്റായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ പടമാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ നമ്മൾ കാണുന്നു. നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബംബിൾ, ഇന്ദു +2, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവൻ അവங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിൽ പിന്നില്ലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം. കൊള്ളാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു കുറേ നാൾക്ക് ശേഷമായിരിക്കും മമ്മൂക്കയുടെ ഇങ്ങനത്തെ ഒരു പടം വരുന്നത്. അതായത് ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് കുറേ അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിട്ടില്ല. അപ്പം ഈ പടം ഏതെടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു ക്ലാസിക് ലെവലുള്ള ആക്ടിങ്, ഒരു മാസ് എന്ന് പറയാനുള്ള സെറ്റപ്പ് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആ ഒരു ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പടം കണ്ടു തന്നെ അറിയാം. അപ്പം ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ നമുക്ക് പറ്റുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് റിയാക്ഷൻ ഒന്നും അല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ടോപ്പിക് വേറെയാണ്, പക്ഷേ നമ്മൾ സൈഡായിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഫീൽഡിൽ എനിക്ക് കറക്റ്റായിട്ട് റിയാക്ഷൻ ചെയ്യാമെന്ന് പറയത്തില്ല, നമ്മൾ സാധാരണ റിയാക്ഷൻ ചെയ്യുന്നതിലേക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ റിയാക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. സോ താങ്ക് യു.